അതിനിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള സമയം പൂർത്തിയായി. 5 മണിവരെ പോളിംഗ് 70.76%. അന്തിമ കണക്ക് കഴിഞ്ഞ തവണത്തെ 76.6% അടുത്ത് എത്തിയേക്കും. കനത്ത മഴയിലും നേരത്തെ വോട്ടർമാർ ബൂത്തുകളിൽ എത്തി. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നിലമ്പൂരിൽ നിന്നും ചേരുന്നത്. പ്രസാദ്, ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിന് അടുത്ത് തന്നെ എത്തും, അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെ മറികടക്കുവാനുള്ള ഒരു സാധ്യത തന്നെ ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും ക്യൂവിൽ ആളുകളുണ്ടോ? എന്താണ് സ്ഥിതി അവിടെ? ലക്ഷ്മി, 6 മണിയോടുകൂടി തന്നെ എല്ലാ ബൂത്തുകളിലും വോട്ടിംഗ് അവസാനിച്ചു എന്ന് പറയാം. കാരണം രാവിലെ മുതൽ തന്നെ ആളുകൾ വന്നും പോയിക്കൊണ്ട് വരുന്നെങ്കിൽ പോലും വലിയൊരു നിരയൊന്നും തന്നെ കണ്ടിരുന്നില്ല. പക്ഷേ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ, അതായത് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ 76.6% പോളിംഗ് എങ്കിൽ അതിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു പോളിംഗ് തന്നെയായിരിക്കും ഇത്തവണയും നടന്നിട്ടുണ്ടാകുക എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് 5 മണിയിലെ കണക്ക് മാത്രമാണ്. 5 മണിയിൽ 70.76% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 6 മണിവരെ ഒരു 74% പോളിംഗ് നടക്കാനുള്ള സാധ്യതയാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ, കേരളത്തിൽ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്ന ഒരു മണ്ഡലമായി നിലമ്പൂർ മാറും എന്നുള്ളതാണ്. അതിനർത്ഥം ഇവിടെ നടന്നിട്ടുള്ള ഈ വീറും വാശിയും അത് പോളിംഗിലും പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDFും UDFിനും പുറമെ PV അൻവർ കൂടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതോടെയാണ് ഇത്രയേറെ ശക്തമായ ഒരു മത്സരം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. പൊതുവെ UDFിന് മുൻതൂക്കമുള്ള മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ 2 തവണയും LDF ആണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ അന്ന് PV അൻവർ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. PV അൻവർ ഇപ്പോൾ LDF ഭാഗമല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അപ്പോൾ PV അൻവർ ഈ 2 കൂട്ടരുടെയും വിജയത്തിന്റെ ഒരു ഫാക്ടറായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. PV അൻവർ എത്ര വോട്ടാണ് പിടിക്കുക എന്നത് മാത്രമാണ് അറിയേണ്ടത്. അതിൽ കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് ഏത് മുന്നണിയിൽ നിന്നാണോ PV അൻവർ വോട്ട് പിടിക്കുന്നത് അതിന്റെ ആ മുന്നണിക്ക് അത് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ തന്നെയാണ് പൊതുവെ ഒരു വിലയിരുത്തലുള്ളത്. എന്നാൽ LDFും UDFും അൻവർ അത്രയധികം വോട്ടൊന്നും തന്നെ പിടിക്കില്ല എന്നൊരു ആത്മവിശ്വാസം പറയുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആണെങ്കിലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും അവരുടെ വിജയപ്രതീക്ഷ അല്ലെങ്കിൽ ആത്മവിശ്വാസം തന്നെ വലുതാണ് എന്നതാണ് അവർ പറയുന്നത്. ഈ തിരക്ക് കുറഞ്ഞതിന്റെ ഒരു കാരണമായി പറയുന്നത് 263 പോളിംഗ് ബൂത്ത് ആണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ 59 പോളിംഗ് ബൂത്തുകൾ അധികമായി വന്നു. അപ്പോൾ ഓരോ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ എണ്ണം കുറവുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഈ തിരക്ക് കുറഞ്ഞത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പോയ സ്ഥലങ്ങളിൽ പലയിടത്തും അവസാനം കിട്ടിയത് 76% വരെ പോളിംഗ് നടന്ന ബൂത്തുകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഒരു ശരാശരി 74% വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പുകളിലെ പോലെ തന്നെ ഇവിടെ ശക്തിയായ ഒരു മത്സരം നടന്നു. ഇനി ആ വോട്ട് തീർച്ചയായും പ്രസാദ്, വലിയ പോളിംഗ് ശതമാനം തന്നെ. ഇനിയിപ്പോൾ ഉള്ളത് കൂട്ടിക്കിഴിക്കലുകളുടെ മണിക്കൂറുകളാണ്. നമുക്ക് പൊതുവെ ഈ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തെ വിലയിരുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ചയായ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേദിയായിരുന്നു നിലമ്പൂർ എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു നിലമ്പൂർ കളം തന്നെയായിരുന്നു. അതിൽ പന്നിക്കണി മുതൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം വരെ ചർച്ചയായ, അങ്ങനെ വലിയ തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായി വന്ന, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ? തീർച്ചയായും പ്രാദേശിക വിഷയം മുതൽ സർവ്വദേശീയ വിഷയം വരെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. അതിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ LDF UDF സ്ഥാനാർത്ഥികൾ തമ്മിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സംവാദങ്ങളും വിമർശനങ്ങളും വിവാദങ്ങളും എല്ലാം തന്നെ ഉണ്ടായെങ്കിൽ പോലും ഒരു വ്യക്തിഹത്യ ഒന്നും തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയം തന്നെയായിരുന്നു പറഞ്ഞത്. അതിനകത്ത് വിവാദങ്ങൾ, പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായി. പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി, ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. ഒടുവിൽ ഇപ്പോൾ ഇന്നലെ MV ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ RSSുമായി സഹകരിച്ചിരുന്നു എന്ന് പറഞ്ഞത് വലിയ വിവാദമാകുകയും ഒടുവിൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെ അത് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഇന്നിപ്പോൾ പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവം വരെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ചർച്ചയായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. പ്രാദേശിക വിഷയങ്ങൾ മുതൽ സർവ്വദേശീയ വിഷയങ്ങൾ വരെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത് PV അൻവർ തന്നെയായിരുന്നു.
ഉണ്ടായിരുന്നു. പി വി അൻവർ LDF നിന്ന് വിട്ടുപോയതോടുകൂടി തന്നെ അദ്ദേഹം പ്രധാനമായും മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശകനായി മാറി. എന്നാൽ അദ്ദേഹം ഒരിക്കലും എം സ്വരാജിനെ, ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജിനെ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലൊരു വിമർശനം ഉന്നയിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതിന് അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളുടെ റിപ്പോർട്ടർ അജിത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ അങ്ങനെ വ്യക്തിപരമായി അതിനെ കാണുന്നില്ല, രാഷ്ട്രീയമായി തന്നെ കാണുന്നുള്ളൂ. എം സ്വരാജിനെ ഒരുപാട് അവരുടെ പാർട്ടിക്കുള്ളിൽ ഒരുപാട് തിരുത്താൻ കഴിവുള്ള ശക്തിയുള്ള ഒരു നേതാവാണ്, പക്ഷെ അത് ചെയ്യുന്നില്ല എന്നൊരു വിമർശനമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടായെങ്കിലും ഒരു വ്യക്തിഹത്യകളിലേക്കൊന്നും തന്നെ അധികം പോയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന് കൂടിയാണ്. നമുക്കറിയാം PV അൻവർ LDF വിട്ടതിന് ശേഷം UDFന്റെ ഭാഗമാകാൻ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, അതിനകത്ത് മുസ്ലിം ലീഗിന്റെ പിന്തുണ, പക്ഷേ VD സതീശൻ ശക്തമായ നിലപാടെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് തിരിച്ചടി നേരിട്ടാൽ അതിൽ ആദ്യം മറുപടി പറയേണ്ട ആൾ VD സതീശൻ തന്നെയായിരിക്കും. VD സതീശന് ആ ഒരു കടുത്ത നിലപാടിനോട് വിയോജിപ്പുള്ള ആളുകൾക്ക് അത് വിമർശിക്കാനുള്ള വലിയൊരു ആയുധമായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിജയം പ്രധാനമായും ഏറ്റവും കൂടുതൽ നിർണായകമായി മാറുക VD സതീശനാണ് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയിക്കുന്നതെങ്കിൽ VD സതീശൻ പറയുന്ന വാദത്തിന് വലിയ അംഗീകാരം ഉണ്ടാവുകയും തുടർന്നുള്ള വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പാർട്ടിക്ക് അവഗണിക്കാൻ ഒരു തരത്തിലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഒരുപാട് പേരുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരിക. അത് VD സതീശന്റെ മാത്രമല്ല PV അൻവർ അടക്കമുള്ളവരുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്നത് സംബന്ധിച്ച ദിശാസൂചികയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.